നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗിരിയുടെ ജീവിതം ഇവന്റെ ഭാര്യ അവൻ സ്വപ്നം കണ്ട് നടന്നവളായിരുന്നു ഞാൻ. നീ കാരണം അതെല്ലാം തകർന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചാച്ചുവെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇത് ചേട്ടൻ നിന്നെ നേരിട്ട് കാണുമ്പോ തോരാൻ ഏൽപ്പിച്ച സമ്മാനമാണ്. ഒരു പാവം പെൺകുട്ടിയുടെ ഭാവി തകർക്കാൻ ശ്രമിച്ചതും പോരാഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് മുടന്ന ന്യായം പറയുന്നു. ഇറങ്ങണ പുറത്ത്. ചാച്ചു, നീ എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്. നിന്നെ ശാലിനെ ഞാൻ വളർത്തിയത് സ്വന്തം മക്കളെ പോലെയാ. അതുകൊണ്ട് നീ എന്ത് വളർത്തുദോഷം കാണിച്ചാലും അത് എന്റെ തെറ്റാണെന്നേ നാട്ടുകാരും ഗോപാലേട്ടനും കരുതൂ. അന്തസ്സുള്ള കുടുംബക്കാർക്ക് ചേർന്ന പണിയാണോ നീ കാണിച്ചത്? നിന്നെ ഈ വീട്ടിൽ കയറ്റിയാലേ അത് ഗിരിയോടും മഞ്ജുവിനോടും ഈ കുടുംബം കാണിക്കുന്ന ചതിയായിരിക്കും. നിന്നെ പോലൊരു മകനെ നഷ്ടപ്പെട്ടാലും ഗിരിയെ പോലൊരു വിശ്വസ്തനെ നഷ്ടപ്പെടരുതെന്ന് ഗോപാലേട്ടൻ പറഞ്ഞത്. നോക്കി നിൽക്കാതെ ഇറങ്ങി പോടാ. മാഡം, കഴിഞ്ഞത് കഴിഞ്ഞു. വെറുതെ ഇതിന്റെ പേരിൽ ഗോപാൽജിയുടെ കുടുംബം തകരരുത്. നീ എന്തിനാ ഇവന് വേണ്ടി വക്കാലത്ത് പറയുന്നേ? ഇവൻ കാരണം മഞ്ജുവിനെ കിട്ടിയതിന്റെ നന്ദി കാണിക്കുന്നതാണോ? അതെ, അതുകൊണ്ട് തന്നെയാ. എന്താ മതിയോ? മാഡം, ഇവൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ചല്ലോ, ക്ഷമിച്ചൂടെ? അല്ല, ഗോപാലേട്ടൻ പറഞ്ഞത്. ഗോപാൽജി ദേഷ്യത്തിൽ അങ്ങനെ പലതും പറയും. അതിനെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം തന്നെ പിന്നീട് ദുഃഖിക്കാറുമുണ്ട്. അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സഞ്ജു, നീ അതേജല്ല. അതത്ര കാര്യമൊക്കെ നിൽക്കണ്ട മാഡം. കുറച്ചു നേരം വണ്ടി ഓടിച്ച് ദേഷ്യം മാറുമ്പോൾ തനിയെ തിരിച്ചു വന്നോളൂ. ഗിരി പറഞ്ഞുകൊണ്ട് മാത്ര ഞാൻ സഞ്ജുവിനെ വീട്ടിൽ കയറ്റാൻ സമ്മതിച്ചത്. അത് തന്നെയാ മാഡം ശരിയായ തീരുമാനം. ഇന്നേതായാലും ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല. ഗിരി പൊക്കോളൂ. ശരി മാഡം. ഗിരിക്ക് ഒരു സംശയവും തോന്നിയിട്ടില്ല. എങ്ങനെ തോന്നാനാ? ഞാൻ അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ലേ? സഞ്ജുവും കൂടി വന്നതുകൊണ്ട് ഇനി എനിക്കിവിടെ കുറച്ച് കൂടുതൽ കളികൾ